എന്തിനാ വാസിനെ തല്ലി നിങ്ങൾ മൂന്നൂരും കൂടെ? ആരും തല്ലിയൊന്നുമില്ല, ഒന്ന് പിടിച്ചോളൂ. പിടിച്ചത് ഓരോ വള്ളിയിലാണെന്ന് മാത്രം. എന്താ പ്രശ്നം? എന്താ എനിക്കെന്താ അറിഞ്ഞൂടാ, ഞാനൊന്ന് അളിയാന്ന് വിളിച്ച് പിന്നെയാണ് പ്രശ്നം തുടങ്ങിയത്. അളിയാന്നൊക്കെ നേരത്തെ വിളിക്കാനുള്ള. ഇനി ഇയാൾ അളിയാന്ന് വിളിച്ചാ അളിയന്റെ ചെവിക്കൽ അടിച്ചു പൊടിക്കുമെന്ന് ഇയാൾ പറഞ്ഞു. എടേ ശ്രീകുട്ടാ, ഇപ്പൊ നീ എന്നെ അയാളെന്നൊക്കെ വിളിക്കണല്ലേ? നിനക്കിപ്പോ അണ്ണാന്ന് വിളിക്കാൻ നാക്ക് തിരുന്തണില്ലല്ലേ? അല്ലടാ അങ്ങളെ സംഭവം എന്താണെന്ന് വെച്ചാൽ എന്താടാ നീ നേരത്തെ എന്നെ ഇടിക്കാൻ വേണ്ടി പിടിച്ചു വെച്ചോടത്തല്ലടാ സംഭവം ഉണ്ടാക്കാൻ പറഞ്ഞത്. കുറെ നേരം സഹിക്കണം, നിന്റെ ചപ്പലാന്താടി കേട്ടോണ്ടിരിക്കണം. ആർക്കും നേരമൊന്നുമില്ല, അറിയപ്പെടാ. നീയാണ് എല്ലാത്തിനും കാരണം. നീയാണ് കള്ളൻ, നീയാണ് ദുഷ്ടൻ. സുഖം തന്നെ. നീ കുഴിപ്പള്ളത്തിന് പോകണല്ലേ വേണ്ട, എവിടെ കയറി നിൽക്കേനെ? ഒന്ന് പോവാൻ പറയാനുണ്ടെങ്കിൽ പിന്നീട് പറയാം. ഇറങ്ങി പോണം പോണം. ശ്രീകുട്ടാ, ഞാനേ നിന്റെ വീടിന് മുമ്പിൽ പണപ്പിരിവിന് വന്നതല്ല. കുറച്ച് പൈസ വന്നപ്പോ നീ പഴയതെല്ലാം അങ്ങ് മറന്നല്ലടാ. അയ്യോ, നല്ലതായിട്ട് ഓർമ്മിച്ച് വയ്ക്കാൻ വേണ്ടിയാ. ഒരുപാട് കിടക്കയല്ലേ പണ്ട്. ഡേയ് ശ്രീകുട്ടാ, നീ അങ്ങ് പടവലത്ത് ചെന്നൊന്ന് ചോദിച്ചു നോക്ക്, നിന്റെ അച്ഛൻ്റെ അടുത്ത് അമ്മേൻ്റെ അടുത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ഓർമ്മിക്കേ. എടാ, അവരിടയ്ക്കിടയ്ക്ക് വിളിക്കും ബാസി ബാസിന്ന്. ഞാൻ അവിടെ ചെന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നിനക്ക് അറിയാമൂടാ? നീ ചെയ്ത കാര്യം പറയണ്ട കേട്ടടാ. അവനെ മാമനെ കുറെ പൈസ അടിച്ച് മാറ്റി മുങ്ങി കിടന്നു. പിന്നെ കുറെ കാലം കഴിഞ്ഞ് തേങ്ങ മറിച്ച് വെച്ച് അതിൽ നിന്ന് പൈസ മോട്ടിച്ച് ചെന്ന് കയറിക്കോട്ട്. മാമനെ കൈവായി ചെന്ന് കയറിക്കോട്ട് അടിച്ച് പറ്റിച്ചേരും മാമൻ. അയ്യോ, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ ഒന്നും അറിയണം. നീ ഗൾഫിൽ പൈസ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, തത്തേം തള്ള എന്ത് ചെയ്യണം വിളിച്ച് ചോദിക്കണം. കള്ള പരമ കള ഇറങ്ങി വെളി ഇറങ്ങി. എന്താടാ ഇതേത് കൊച്ച് നിന്നെ പോലെ ഇരിക്കുന്നല്ലേ? സുരേന്ദ്രൻ നമ്മള് ആരാ വിട്ടു നമുക്ക്. ഞാൻ കുറെ നേരം കൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കുകയാണ്. പിന്നെ ഒരുപാട് നാളെ ഞാൻ നിന്നെ ഒളിച്ചടന്നു. കാര്യം വേറൊന്നുമല്ല, എനിക്കിപ്പോ മക്കളായി, ചെറുമക്കളായി. അതുകൊണ്ട് എന്നെ കൂടുതൽ ശല്യം ചെയ്യാൻ വരരുത്. അതുകൊണ്ടാണ് നീ വെള്ളം അടിക്കാൻ വിളിക്കുമ്പോഴൊക്കെ ഞാൻ വേണ്ടെന്ന് ഞാൻ പറഞ്ഞത് കേട്ടാ. ഇതാണ് എന്റെ കുടുംബം, ഇതാണ് എന്റെ ജീവിതം. എന്റെ കുടുംബം അവിടെ നിൽക്കട്ടെ. നിന്നെ എപ്പോഴും വെള്ളം അടിക്കാൻ വിളിച്ചത്? നീ കഴിഞ്ഞ മാസം വിളിച്ചില്ലേ? 20-ാം തീയതി വിളിച്ചില്ലേ? 20-ാം തീയതി 20-ാം തീയതി വിളിച്ച്. 20-ാം തീയതി ഞാൻ അവിടെ ഇല്ല. 25 വിളിച്ച്. ചുമ്മാ കള്ളം പറയല്ലോ. അയ്യോ വെള്ളം അടിക്കാൻ വിളിക്കരുത്. ഇത് കള്ള എന്നെ വിളിച്ചോ ശ്രീകുട്ടാ. ബാസിയാണ് ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കൂലല്ലേ? അങ്ങളെ നാശം കണ്ടേ അടങ്ങുള്ളൂ അല്ലേ? ലിവറൊക്കെ അടിച്ചു പോയിരിക്കും. അത് കൊള്ളൂല, ഇതുവരെയുള്ള വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. എന്തല്ലേ അങ്ങളെ അമ്മയാണ് ഞാൻ അറിഞ്ഞ കേസല്ലേ? അങ്കിൾ ഇവിടെ എന്നാ ശരിയാവത്തില്ല. പോണം അങ്കിള് പോണം. പോയിട്ട് വരണ്ട, പൊക്കണം. മേലാ ഇനി എന്നെ വെള്ളം അടിക്കാൻ വിളിച്ച അങ്ങോളോ ഈ വീട്ടുകാർ വന്നിട്ട് എന്റെ അളിയനെ ചെയ്താക്കി എന്റെ സഹോദരിയെ ജീവിക്കാൻ സമ്മതിക്കൂല. അടിക്കും. അങ്ങോളവന്മാർ ഇവിടെ കയറി വന്നിട്ട് എന്റെ അളിയനെ ചെയ്താക്കി എന്റെ പെങ്ങളെ പോടാ. വേണ്ടെങ്കിൽ വേണ്ട, ഇടാത്തവന്മാരുണ്ട് ഇവിടെ. പോടാ മനുഷ്യനെ ചിരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോ. അലക്കി തേച്ച് വെളുപ്പിച്ചിട്ടുണ്ടോടാ. കിട്ടിയതിന്റെ സന്തോഷമായിരിക്കും അച്ഛൻ. പിന്നെ അല്ല എന്ത് കഷ്ടം നോക്കണേ. ഈശ്വര നോക്ക സമയം. എല്ലാരും ഓഫീസിൽ വൈകി വരുമ്പോ ഞാനാണ് വഴക്ക് പറയണത്. ഇനി ഞാൻ വൈകി ചെല്ലുമ്പോ എല്ലാവർക്കും അത് പറയാം. ഞാൻ പോണില്ല ഇനി.